18, 12, എക്സ് 13 എന്നിവയുടെ ശരാശരി 15 ആയാൽ എക്സിൻ്റെ വില എത്ര? അപ്പോൾ നമുക്ക് ശരാശരി കാണാൻ ഒരു ഫോർമുല ഉണ്ട്. ആകെ സംഖ്യകൾ സംഖ്യകളുടെ തുക, ആകെ സംഖ്യകളുടെ തുക ഡിവൈഡഡ് ബൈ സംഖ്യകളുടെ എണ്ണം. അപ്പോൾ ഇവിടെ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 18 പ്ലസ് 12 പ്ലസ് എക്സ് പ്ലസ് 13 ആണ്. ഡിവൈഡഡ് ബൈ സംഖ്യകളുടെ തുക ഡിവൈഡഡ് ബൈ സംഖ്യകളുടെ എണ്ണം. ഇവിടെ സംഖ്യകളുടെ എണ്ണം 4 ആണ്. അത് ചെയ്താൽ നമുക്ക് ശരാശരി കിട്ടും. ഇവിടെ ശരാശരി തന്നിട്ടുണ്ട് 15. നമുക്ക് എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 18ഉം 10ഉം 28ഉം 2ഉം 30. 30ഉം 10ഉം 40, 43. 43 പ്ലസ് എക്സ് അങ്ങനെ തന്നെ എഴുതാം. ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 15. ഓക്കെ. 43 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ഈ 4, ഈ 4 15ൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 15 ഇൻറ്റു 4. ഓക്കെ. 43 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 4 ചെയ്താൽ കിട്ടുക 60 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പ്ലസ് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 43 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പം 60 മൈനസ് 43 ഇസ് ഈക്വൽ ടു 10 മൈനസ് 3 7, 5 മൈനസ് 4 1 17. എക്സ് ഈസ് ഈക്വൽ ടു 17. ആൻസർ ഈസ് ഓപ്ഷൻ ബി. If you like this video, please like, share and subscribe. Thank you.